Hi students, welcome to ASF Academy. I am Femi. Today we are discussing about audit classification. Audit classification second part ആണിത്. നമ്മൾ already on the basis of organization structure ന്റെ basis ൽ audit classification ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് on the basis of independence അതേപോലെ on the basis of conduct of audit. ഈ രണ്ട് കാറ്റഗറീസ് ആണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓൺ ദ ബേസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് വൺ ഓൺ ദ ബേസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന്റെ ബേസിൽ എങ്ങനെ നമ്മൾ ഓഡിറ്റ് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. ദർ ആർ ടു ടൈപ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്താന്ന് നോക്കാം. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ, അതർ ഓപ്പറേഷൻസ് ഓഫ് എ കൺസേൺ ബൈ ദ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് ഫോർ ദ പർപ്പസസ്. ആ കമ്പനിയുടെ അകത്ത് തന്നെ, കമ്പനിയുടെ ഇൻസൈഡിൽ തന്നെ നമ്മൾ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാണ്. ആ കണ്ടിന്യൂസ് ആയിരിക്കും. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഈ വേർഡൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ആയിരിക്കും ആ ഓഡിറ്റിങ്. സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ അക്കൗണ്ടിങ്, ഫിനാൻസ്, അതേപോലെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ആ ബിസിനസ് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓഡിറ്റിംഗ് ചെയ്യലാണ് ഈ ഓഡിറ്ററുടെ ഡ്യൂട്ടി. അത് ആ കമ്പനിയുടെ സ്റ്റാഫ് തന്നെ ആയിരിക്കും, അവിടുത്തെ എംപ്ലോയി തന്നെ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ബൈ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് ഫോർ ദ പർപ്പസസ്. ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന സ്റ്റാഫ് ആയിരിക്കും ഈ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ കമ്പനിയുടെ അകത്ത് തന്നെ നടത്തുന്ന ഓഡിറ്റ്. അത് ഇനീഷ്യേറ്റ് ചെയ്യുക ഓണേഴ്സ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടുള്ള ഹെൽപ്ഫുൾ അല്ലെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ് ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ആയിരിക്കും. ആർക്ക്? ഷെയർ ഹോൾഡേഴ്സിന്, ബോർഡ് മെമ്പേഴ്സിനൊക്കെ ആക്യുറേറ്റ് ആയിട്ട് ബിസിനസ് ഇൻഫോർമേഷൻസ് കിട്ടും. അതേപോലെ തന്നെ കാരണം എല്ലാ ഓഡിറ്റിംഗ് പർപ്പസും കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ ഇയറിലാണ് ഓഡിറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് റിപ്പോർട്ട്സ് കിട്ടുക. ഇത് ഇന്റേണൽ ഓഡിറ്റർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഓഡിറ്റിംഗ് പർപ്പസസ് റെഗുലർ ഇന്റർവെൽസിൽ ഓഡിറ്റിംഗ് പർപ്പസസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആക്യുറേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ അവരുടെ ബിസിനസ് ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അതേപോലെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുവഴി കമ്പനീനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ മേക്ക് ഷുവർ എന്തിനെ ബിസിനസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോന്ന് നമുക്കൊന്നുകൂടി ആക്യുറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് അപ്പൊ എന്താ? എക്സാമിൻ ഓപ്പറേഷൻ പർപ്പസസ്, സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ അക്കൗണ്ട്സ്. ഇതാണ് ഇന്റേണൽ ഓഡിറ്റ്. കമ്പനിയുടെ അകത്ത് നടക്കുന്ന ഓഡിറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഓഡിറ്റ് കണ്ടക്ട് ബൈ ഇൻഡിപെൻഡന്റ് ക്വാളിഫൈഡ് പേഴ്സൺ. ആരായിരിക്കും? ചാർട്ടർ അക്കൗണ്ടന്റ്. അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്ററെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എക്സാമിൻ ചെയ്തിട്ട് മാനേജ്മെന്റിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് അറിയുന്നത് മറ്റേ നമ്മൾ കണ്ടിന്യൂസ് ആണ് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് അല്ല. ഇൻഡിപെൻഡന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. ആ വ്യക്തി ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ മസ്റ്റ് ഫോളോ ജനറലി ആക്സെപ്റ്റബിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് GAAS ഫോളോ ചെയ്തിട്ടായിരിക്കും ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക. അറ്റ് ദി എൻഡ് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ഓഡിറ്റർ മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതിൽ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടീസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ മറ്റേ നമ്മൾ ഓർഗനൈസേഷൻ ഉള്ളിലെ ആൾക്കാർക്ക് അല്ലെ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്റർണൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഈ പ്രൊപ്പറേറ്റർ ആവാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ലൈക്ക് കസ്റ്റമേഴ്സ്, അതിലുള്ള എംപ്ലോയീസ്, അതിൻ്റെ ഉള്ളിലെ സപ്ലയേഴ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പാർട്ടീസ് ഉണ്ടാവില്ലേ, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നടത്തുന്നത്. ഈ ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് നോർമലി വൺസ് ഇൻ എ ഇയർ, ഫിക്സ്ഡ് പീരിയഡ്, നോർമലി വൺസ് ഇൻ എ ഇയറിലാണ്. അത് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുമ്പോഴാണ് ഈ ഓഡിറ്റിംഗ് നടത്താറുള്ളത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് കമ്പൽസറി ഓഡിറ്റിന്റെ അണ്ടറിലാണ് വരിക. അപ്പൊ മനസ്സിലായില്ലേ? ഇൻഡിപെൻഡന്റ് ഓഡിറ്റും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പൊ there are two categories under independency.
നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന്റെ ആ ഒരു ബേസിൽ നമുക്ക് 7 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ? കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഇൻട്രീം ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. അപ്പോൾ കണ്ടക്ട് ഓഫ് ഓഡിറ്റിങ്ങിന്റെ ബേസിസിൽ വരുന്ന 7 ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ഇയറിൽ കണ്ടിന്യൂസ് ആയി നടക്കുന്നതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ്. ഇത് മെയിൻ ആയിട്ട് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കണ്ടിന്യൂസ് ഓഡിറ്റ് യൂസ് ചെയ്യുക. ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, ബിഗ് ബിസിനസ് ഹൗസസ് ആണ് കണ്ടിന്യൂസ് ഓഡിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഓഡിറ്റർ സ്റ്റാഫ് ഈസ് ഓക്യുപ്പൈഡ്. ഇത് ഇന്റേണൽ ഓഡിറ്റിൽ പറഞ്ഞ ആ ഒരു സെയിം വേയിലാണ് ഇവിടെ വരുന്നത്. ഓഡിറ്റർ സ്റ്റാഫ് ഈസ് ഓക്യുപ്പൈഡ് continuously on accounts whole the year round and perform interim audit. ആ കമ്പനിയുടെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റർ അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ട് അതേപോലെ ഇൻട്രീം ഓഡിറ്റ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഡീറ്റെയിൽ എക്സാമിനേഷൻ കണ്ടിന്യൂസ് ഓഡിറ്റ് ആകുമ്പോൾ നടക്കും. കാരണം കണ്ടിന്യൂസ് ഓഡിറ്റ് അല്ല വൺസ് ഇൻ ഇയറിൽ ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് എല്ലാ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമുക്ക് എക്സാമിൻ ചെയ്യല് നടക്കില്ല. പക്ഷെ കണ്ടിന്യൂസ് ഓഡിറ്റ് ഒരു ബിഗ് കൺസേണിൽ ഒരു ഓഡിറ്റർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സ്റ്റാഫായിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്ത് ഓഡിറ്റിംഗ് വർക്ക് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റിവ്യൂ ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി അല്ലെ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യാണ്. ഓക്കെ, ഇതിലൊരു ഹെൽപ്പ് അല്ലെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഇതുവഴി നമുക്ക് അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. കാരണം കണ്ടിന്യൂസ് ആകുമ്പോൾ എറേഴ്സും ഫ്രോഡ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽഡ് ചെക്കാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ട്രാൻസാക്ഷനും ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ അതിൽ വരുന്ന എറേഴ്സ് ഫ്രോഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്ന എല്ലാം അപ്ഡേറ്റ് ആയിരിക്കും. അക്കൗണ്ട്സ് എല്ലാം നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഓൾറെഡി ഇത് ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അക്കൗണ്ടിംഗ് പീരിയഡ് കഴിയുമ്പോൾ തന്നെ അതിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പെട്ടെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ മോറൽ ചെക്ക് കൂടും. കാരണം ഇവിടെ ഓഡിറ്റർ വർഷത്തിൽ ഒരിക്കലല്ല ഓഡിറ്റ് നടക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇൻട്രി ഓഡിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയിലാണ് വന്ന് ഓഡിറ്റ്. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്യുന്ന ക്ലർക്ക് അക്കൗണ്ടൻസിനൊക്കെ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസോ എറേഴ്സോ കമ്മിറ്റ് ചെയ്യുമ്പോൾ പേടിയായിരിക്കും. എറേഴ്സും ബൈ മിസ്റ്റേക്ക് ആണ് വരുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും. എന്തെങ്കിലും ഫ്രോഡുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കമ്മിറ്റ് ചെയ്യാൻ പേടിയായിരിക്കും. കാരണം എപ്പോഴാണ് സർപ്രൈസ് വിസിറ്റ് ഓഡിറ്ററിന്റെ ഉണ്ടാവുക എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അതേപോലെ ഇൻട്രി ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ഓഡിറ്റിൽ പറഞ്ഞില്ലേ. അപ്പൊ ഇൻട്രി ഓഡിറ്റ് പെർഫോം ചെയ്യാൻ ഓഡിറ്റർക്ക് സജഷൻസും അതേപോലെ അഡ്വൈസസ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കൊടുക്കണേ. ഇടയിൽ ഒരു വർഷത്തിന് എൻഡിൽ കൊടുക്കണമെങ്കിൽ ഇടയിൽ ഓഡിറ്റിംഗ് നടത്തി അവർ അഡ്വൈസസ് കൊടുക്കും. കുറച്ചും കൂടി കമ്പനിക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം. അവരെ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ അവരെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ആയിരിക്കും. അതേപോലെ ഇൻട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ പറഞ്ഞു ബിഗ് ബിസിനസ് കൺസേൺസ്, ബിഗ് ബിസിനസ് ഹൗസസ് ആണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മന്ത്ലി പബ്ലിക്കേഷൻ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് മന്ത്ലി പബ്ലിഷ് ചെയ്യുന്ന കമ്പനീസ് ബിസിനസ് ഫേംസ് ഒക്കെയാണ് അവർ കണ്ടിന്യൂസ് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അതേപോലെ ബാങ്ക്സ്, റെയിൽവേസ് അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പീരിയഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യേണ്ടി വരും ഈ ഒരു റിപ്പോർട്ട്സ്, ഫൈനൽ അക്കൗണ്ട്സിന്റെ റിപ്പോർട്ട്സ്. അപ്പൊ അവിടങ്ങളിലും കണ്ടിന്യൂസ് ഓഡിറ്റ് യൂസ്ഫുൾ ആണ്. ഓക്കെ, അതേപോലെ ഇന്റേണൽ ചെക്ക് സിസ്റ്റം പെർഫെക്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ഓഡിറ്റിനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഇൻട്രി ഓഡിറ്റിന്റെ പെർഫോമൻസ് നമ്മൾ എന്താ പറയുക, ഇൻട്രി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനും ഇൻട്രി ഇടയിൽ വരുന്ന പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അവിടെ ആ ഒരു ഏരിയാസിലും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഓഡിറ്റ് യൂസ്ഫുൾ ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് കണ്ടിന്യൂസ്ലി ഹോൾ ഇയറിൽ ഓഡിറ്റിംഗ് വർക്ക് ഒക്കെ അത് ഫ്രീക്വൻസി ആയിട്ട് അവർ ഓഡിറ്റിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ഇൻ എ ഇയർ അല്ലാതെ. ഓക്കെ, ഇന്റർവെല്ലിന്റെ ബേസിസിൽ അത് കമ്പനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലാർജ് ബിസിനസ് കൺസേൺസിനാണ് യൂസ്ഫുൾ ആവുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ ഓഡിറ്റ്. അപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ലാർജ് ബിസിനസ് കൺസേൺസിനാണ് യൂസ്ഫുൾ എങ്കിൽ ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത് സ്മാൾ ബിസിനസ് കൺസേൺസിന് യൂസ്ഫുൾ ആവണം. അതായത് ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇല്ല കമ്പനീസ് ബിസിനസ് ഫേംസിനാണ് ഫൈനൽ ഓഡിറ്റ് യൂസ്ഫുൾ ആവണം.
ഓക്കെ, ഇവിടെ ഓഡിറ്റ് വർക്ക് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് എന്താണ്, വൺസ് ഇൻ എ ഇയർ ആയിരിക്കും. ഇറ്റ് ഈസ് എ ഓഡിറ്റ് ക്യാരിഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത ശേഷമാണ് ഇവിടെ ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ഓഡിറ്റ് വർക്ക് ഈസ് കമൻസ്ഡ് ആൻഡ് കംപ്ലീറ്റഡ് ഇൻ എ സിംഗിൾ അൺഇന്ററപ്റ്റഡ് സെഷൻസ്. ഓഡിറ്റ് വർക്ക് കമൻസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒറ്റ സിംഗിൾ സെഷൻ കൊണ്ടാണ്. മറ്റേ കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഇന്റർവെൽ ബേസിസിൽ ഒന്നിൽ കൂടുതൽ തവണ അവര് ഓഡിറ്റിംഗ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഇവിടെ ഒറ്റ സിംഗിൾ സെക്ഷൻസിലാണ് എന്താണ് ഓഡിറ്റിംഗ് വർക്ക് നടത്തുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡിംഗ് പീരിയഡ്, ഒരു അക്കൗണ്ടിങ് ഇയറിലെ ട്രേഡിംഗ് പീരിയഡ് കഴിയുമ്പോൾ, കംപ്ലീറ്റ് ആവുമ്പോൾ അവിടുത്തെ ഫൈനൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത ശേഷമാണ് അവർ ഓഡിറ്റർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റർ വന്നിട്ട് അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ്, വൗച്ചേഴ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്തിട്ട് അതിന്റെ ബേസിസിലാണ് ഓഡിറ്റിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ആ കംപ്ലീറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് അവർ ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നോർമലി ഈ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ വൺസ് ഇൻ എ ഇയറോളം നടക്കുക. അപ്പോൾ സിംഗിൾ സെക്ഷനിൽ അത് അവസാനിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് ഒരുപാട് അഡ്വാൻറ്റേജസും അല്ലേ, അതേപോലെ ഫൈനൽ ഓഡിറ്റും അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം ഇവിടെ ഓഡിറ്റ് കോസ്റ്റ് കുറഞ്ഞിട്ടും, അതേപോലെ റീസണബിൾ ടൈമിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേമാതിരി കണ്ടിന്യൂസ് ഓഡിറ്റ് ആകുമ്പോൾ അവിടുത്തെ ഓഡിറ്റേഴ്സിന്റെ സ്റ്റാഫും കമ്പനി സ്റ്റാഫും തമ്മിൽ എന്തെങ്കിലും അൺഹെൽത്തി റിലേഷൻഷിപ്പിന് സാധ്യത കൂടുക, ചാൻസ് കൂടുക, സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുക. പക്ഷെ ഇവിടെ ഓഡിറ്റർ സ്റ്റാഫും കമ്പനി സ്റ്റാഫും വൺസ് ഇൻ എ ഇയറെ മീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ അൺഹെൽത്തി റിലേഷൻഷിപ്പിന് ചാൻസസ് കുറവാണ്. അതേപോലെ നമ്പർ ഓഫ് ഓഡിറ്റ് സ്റ്റാഫിന്റെ എണ്ണവും കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫൈനൽ ഓഡിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് റീസെന്റ് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ്. ഇത് അമേരിക്കൻസ് ആണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. മെയിൻ ആയിട്ട് USA യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പ്യുവർലി ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. അതായത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് വെരിഫൈ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, ക്യാപിറ്റൽ റിസർവ്സ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ലയബിലിറ്റീസ്, പ്രൊവിഷൻസ്, അങ്ങനെയുള്ള എല്ലാ അസറ്റ് ആൻഡ് ലയബിലിറ്റി സെക്ഷൻസ് ഉണ്ട്. ആ അസറ്റ്സ് ഒക്കെ ആയിരിക്കും ഇവിടെ വെരിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നോട്ട് എയിം ടു ചെക്കിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ സിമിലർ ട്രാൻസാക്ഷൻസ് അല്ല, ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് മാത്രമാണ് ഇവര് വെരിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. വെരിഫിക്കേഷൻ ഓഫ് ഐറ്റംസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഈ ഒരൊറ്റ വേർഡ് ആലോചിച്ചാൽ മതി, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് നമുക്ക് എഴുതാൻ പറ്റും. ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. നെക്സ്റ്റ് ഇൻട്രീം ഓഡിറ്റ്. ഇൻട്രീം ഓഡിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രീം ഓഡിറ്റ് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്, 2 ആനുവൽ ഓഡിറ്റിന്റെ ഇടയിൽ നടത്തുന്ന ഓഡിറ്റിങ്ങിനെയാണ് ഇൻട്രീം ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് 2 അക്കൗണ്ടിംഗ് പീരിയഡിന്റെ ഇടയിൽ വെച്ച് മിഡിൽ നടത്തുന്ന, ഫിനാൻഷ്യൽ ഇയറിന്റെ മിഡിൽ നടത്തുന്ന ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻട്രീം ഓഡിറ്റ് എന്ന് പറയും. ഇൻട്രീം ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഒന്നല്ലെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ്, ഇടക്കാല ഡിവിഡൻഡ് നമ്മൾ ഡിക്ലെയർ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻട്രീം പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടക്കാല ലാഭം അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ ഇൻട്രീം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒക്കേഷണൽ ഓഡിറ്റ്. ഒക്കേഷണൽ ഓഡിറ്റ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, വൺസ് ഇൻ എ വേയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന റെഗുലർ ബേസിസ് നടക്കുന്ന ഓഡിറ്റ് അല്ല ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട്, സ്പെഷ്യൽ ഇവന്റ്സിനോ സ്പെഷ്യൽ ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പർപ്പസിനോ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് എന്ത് പറയുക? ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒക്കേഷൻ ഓഡിറ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇത് മെയിൻ ആയിട്ട് നടക്കുന്ന സോൾ ട്രേഡേഴ്സ് പാർട്ട്ണർഷിപ്പിലൊക്കെ ആയിരിക്കും. ഇതിൽ ഒക്കേഷൻ ബേസിസിലാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഒരു പാർട്ട്ണറുടെ ഡൈ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു, അങ്ങനെയുള്ള ടൈമിൽ ഓൾറെഡി ഇതിലെ അക്കൗണ്ട്സ് എല്ലാം കംപ്ലീറ്റ്. ഇപ്പോൾ ഒരു പാർട്ട്ണർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം മരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലോസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതേപോലെ പുതിയൊരു അഡ്മിഷൻ വരികയാണെങ്കിലും SSIയും അതുവരെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പുതിയൊരാളെ അഡ്മിറ്റ് ചെയ്ത്. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഓഡിറ്റിംഗ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഒക്കേഷൻ ഓഡിറ്റ്. എന്തെങ്കിലും പർപ്പസസ്, എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ്സോ ടൈംസോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് ഒക്കേഷണൽ ഓഡിറ്റ്. നെക്സ്റ്റ് പാർഷ്യൽ ഓഡിറ്റ്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഈ ഒരു ഓഡിറ്റ് നടത്തിയ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടിൽ മാത്രം, ഫുൾ ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ റെസ്പെക്ട് ഓൺലി എ പാർട്ട് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം
ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്ലയന്റ് ഓഡിറ്റർക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഏത് ഏരിയ ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ക്യാഷ് ഓഡിറ്റ്. ക്യാഷ് ഓഡിറ്റ് പറഞ്ഞാൽ എന്താ? ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റ്സും മാത്രം ഓഡിറ്റ് ചെയ്യുന്ന ക്യാഷ് ഓഡിറ്റ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പാർഷ്യൽ ഓഡിറ്റ്. അപ്പോൾ ക്യാഷ് ഓഡിറ്റ് മാത്രം ചെയ്താൽ മതി എന്ന് ഓഡിറ്ററിനോട് ക്ലയന്റ് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ആ ഒരു പോർഷൻ മാത്രം ഓഡിറ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ക്ലയന്റിന് സബ്മിറ്റ് ചെയ്യലാണ് പാർഷ്യൽ ഓഡിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഫേംസിൽ കണ്ടക്ട് ചെയ്യൽ റയർ ആണ്. ഇവിടെ എന്താണ്, നമ്മൾ എന്തെങ്കിലും സർട്ടൺ ഐറ്റം അക്കൗണ്ട്സിൽ സർട്ടൺ ഐറ്റംസ് തറോലി സ്ക്രൂട്ടനൈസ് ചെയ്യലാണ് എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. സർട്ടൺ ഐറ്റംസ് ഇൻ ദ അക്കൗണ്ട്സ് തറോലി സ്ക്രൂട്ടനൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. ഓക്കെ, ഇത്രയാണ് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.